നമസ്കാരം, ഞാൻ ഡോക്ടർ ശർമ്മ, ട്രിവാൻഡ്രം അലാരിഫ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ ചെയ്യേണ്ട രക്തപരിശോധനകളെ പറ്റിയാണ്. പ്രഗ്നന്റ് ആണ് എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ തന്നെ ആദ്യമായി ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഇതിൽ ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ് മുതലായവയുടെ അളവ് മനസ്സിലാക്കാൻ സാധിക്കും. വിളർച്ചയുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നു. രണ്ടാമതായി ചെയ്യുന്ന ടെസ്റ്റാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, പ്രധാനമായും TSH. ആദ്യത്തെ 3 മാസത്തിൽ ഇതിന്റെ അളവ് 2.5 താഴെയും അതിനുശേഷം ഇതിന്റെ അളവ് 3 താഴെയുമാണ് വേണ്ടത്. തൈറോയ്ഡ് ഹോർമോൺ കുഞ്ഞിന്റെ മസ്തിഷ്ക വികസനത്തിന് വളരെ പ്രധാനമാണ്. മൂന്നാമതായി ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡ് ഷുഗർ ലെവൽ അഥവാ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ്. വെറും വയറ്റിലും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷവും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നോക്കുന്നു. മുൻപേ പ്രമേഹ രോഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ 3 മാസത്തിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൺട്രോളിലാണോ എന്നറിയാൻ വേണ്ടി HbA1c എന്നൊരു രക്തപരിശോധനയും നടത്തുന്നു. നാലാമതായി ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡ് ഗ്രൂപ്പ്. അമ്മയുടെ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ പ്രശ്നമില്ല. അമ്മയുടെ രക്തഗ്രൂപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഭർത്താവിന്റെ രക്തഗ്രൂപ്പും നോക്കുന്നു. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും പ്രശ്നമില്ല. അമ്മയുടെ രക്തഗ്രൂപ്പ് നെഗറ്റീവും ഭർത്താവിന്റെ രക്തഗ്രൂപ്പ് പോസിറ്റീവും ആണെങ്കിൽ ഇൻഡയറക്റ്റ് കൂൺസ് ടെസ്റ്റ് എന്നൊരു രക്തപരിശോധനയും നടത്തേണ്ടി വരാം. അഞ്ചാമതായി ലൈംഗികപരമായി പകരുന്ന പകർച്ചവ്യാധികളുണ്ടോ എന്നറിയാൻ വേണ്ടി HIV, VDRL, HBsAg, HCV മുതലായ രക്തപരിശോധനകളും ആവശ്യമായി വന്നേക്കാം. കരൾ സംബന്ധമായ പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും വൃക്ക സംബന്ധമായ പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. ഈ മേൽ പറഞ്ഞ രക്തപരിശോധനകളൊക്കെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായും എടുത്തിരിക്കേണ്ട രക്തപരിശോധനകളാണ്. ഇതുകൂടാതെ 3-ാം മാസത്തെ സ്കാനിന് അതായത് NT സ്കാനിന് വരുമ്പോൾ ഡൗൺ സിൻഡ്രോം സ്ക്രീനിംഗ് ആയ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്നൊരു രക്തപരിശോധന ചെയ്യുന്നുണ്ട്. ഇത് വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 5-ാം മാസത്തെ സ്കാനിന് വരുമ്പോൾ ക്വാഡ്രപ്പിൾ ടെസ്റ്റ് എന്നൊരു രക്തപരിശോധനയും നടത്താം. 24-ാം ആഴ്ചയ്ക്കും 28-ാം ആഴ്ചയ്ക്കും ഇടയിൽ ഡിപ്സി എന്നൊരു രക്തപരിശോധന ചെയ്യുന്നു. ഇതിൽ 75 ഗ്രാം ഗ്ലൂക്കോസ് സൊല്യൂഷൻ കുടിച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നോക്കുന്നു. ഇത് 140-ന് മുകളിലാണെങ്കിൽ പ്രമേഹ രോഗിയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. ഹീമോഗ്ലോബിനും തൈറോയ്ഡ് ലെവലും ഒക്കെ ഓരോ 3 മാസത്തിലും റീചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും രക്തപരിശോധനയുടെ റിപ്പോർട്ടിന്റെ ഫലം അനുസരിച്ച് ചില രക്ത ടെസ്റ്റുകൾ ആവർത്തിക്കേണ്ടി വന്നേക്കാം. ഈ മേൽ പറഞ്ഞവയാണ് പ്രഗ്നൻസിയിൽ ചെയ്യേണ്ട രക്തപരിശോധനകൾ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ ചെയ്യേണ്ട സ്കാനുകളെ പറ്റിയാണ്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ആദ്യത്തെ സ്കാൻ എപ്പോഴെടുക്കണം, എത്ര സ്കാൻ എടുക്കണം, സ്കാൻ എടുത്താൽ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ, സ്കാൻ എടുത്തില്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. ഈ സംശയങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ തീരുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലോട്ട് പോകാം. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആദ്യമായി തന്നെ നമ്മൾ ചെയ്യുന്ന സ്കാനാണ് ഡേറ്റിംഗ് സ്കാൻ. ഇത് 6 ആഴ്ചയ്ക്കും 8 ആഴ്ചയ്ക്കും ഇടയിലാണ് ഈ സ്കാൻ ചെയ്യുന്നത്. ഈ സ്കാനിൽ കുഞ്ഞ് ഗർഭാശയത്തിന്റെ അകത്താണോ പുറത്താണോ എന്ന് അറിയാൻ സാധിക്കും. ഒരു കുഞ്ഞാണോ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടോ എന്നും അറിയാൻ സാധിക്കും. പ്രസവ തീയതി സ്ഥിരീകരിക്കാൻ സഹായിക്കും. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ പറ്റും. ഗർഭാശയത്തിലോ അണ്ഡാശയത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും അറിയാൻ ഈ സ്കാനുകളിലൂടെ സഹായിക്കും. ഇത് കൂടാതെ ഗർഭപാത്രത്തിന്റെ വായയുടെ നീളം അളക്കാനും സഹായിക്കുന്നു. ഇത് 2.5 സെന്റിമീറ്ററിന് താഴെയാണെങ്കിൽ മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി ചെയ്യുന്ന സ്കാനാണ് NT സ്കാൻ. ഇത് 3-ാം മാസത്തിലെ സ്കാനാണ്. ഇത് 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയിലാണ് ഈ സ്കാൻ നമ്മൾ ചെയ്യുന്നത്. ഈ സ്കാനിൽ കുഞ്ഞിന്റെ കഴുത്തിന് പിന്നിലുള്ള ദ്രാവകത്തിന്റെ അളവ് മനസ്സിലാക്കുന്നു. കുഞ്ഞിന്റെ ചില അടിസ്ഥാന ശരീരഘടനകളും നമുക്ക് ഈ സ്കാനിലൂടെ മനസ്സിലാക്കാം. ഈ സ്കാൻ എടുക്കുന്ന അന്ന് തന്നെ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്നൊരു രക്തപരിശോധനയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യത കണക്കാക്കുന്നു. മൂന്നാമതായി ചെയ്യുന്ന സ്കാനാണ് അനോമലി സ്കാൻ. ഇത് 5-ാം മാസത്തിൽ ചെയ്യുന്ന സ്കാനാണ്. ഈ സമയത്ത് കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടിരിക്കും. കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ഈ സ്കാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം, അതായത് കുഞ്ഞിന്റെ ഹൃദയത്തിന് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ മാത്രം 6-ാം മാസത്തിൽ ഫീറ്റൽ എക്കോ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവർക്കും നിർബന്ധമായും ചെയ്യേണ്ട ഒന്നല്ല. ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന സ്കാനാണ് ഗ്രോത്ത് സ്കാൻ. ഇതിന് പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല. 28-ാം ആഴ്ചയിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാരം ഏകദേശം 1 കിലോഗ്രാം ആയിരിക്കും. ഇത് 34 ആഴ്ചയാകുമ്പോൾ ഏകദേശം 2 കിലോഗ്രാം ആയിരിക്കും. 36, 37 ആഴ്ചയാകുമ്പോൾ ഏകദേശം 2.5 കിലോഗ്രാം ആയിരിക്കും തൂക്കം. ഗ്രോത്ത് സ്കാനിന് പ്രത്യേകിച്ച് ഒരു സമയമില്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. എന്നിരുന്നാലും ഒരു ഗ്രോത്ത് സ്കാനിൽ നിന്ന് അടുത്തൊരു ഗ്രോത്ത് സ്കാനിലേക്ക് കുറഞ്ഞത് 4 ആഴ്ചത്തെ ഇടവേളയെങ്കിലും ഉണ്ടായിരിക്കണം.
നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ചയനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ ഗ്രോത്ത് സ്കാൻ നിർദ്ദേശിച്ചേക്കാം. ഗ്രോത്ത് സ്കാനിൽ കുഞ്ഞിന്റെ തൂക്കം, കുഞ്ഞിന്റെ സ്ഥാനം, മറുപിള്ളയുടെ സ്ഥാനം, ഗർഭാശയത്തിൽ വെള്ളത്തിന്റെ അളവ് തുടങ്ങിയവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുകൂടാതെ കുഞ്ഞിന് പോകുന്ന രക്തയോട്ടം, അതായത് ഫീറ്റൽ ഡോപ്ലറും ഗ്രോത്ത് സ്കാനിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും വീണ്ടും ഒന്നും കൂടി പരിശോധിക്കാൻ ഗ്രോത്ത് സ്കാനിലൂടെ സഹായിക്കും. പിന്നെ അമ്മമാർക്ക് ഉണ്ടാവുന്ന പ്രധാന സംശയമാണ് സ്കാൻ എടുക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത്. നമ്മൾ പ്രഗ്നൻസിയിൽ ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ആണ്. ഇത് റേഡിയേഷൻ ഇല്ലാത്ത സ്കാൻ ആണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ സ്കാൻ എടുക്കുന്നത് തികച്ചും സേഫ് ആണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഗർഭാവസ്ഥയിൽ അനീമിയ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ പറ്റിയാണ്. ഗർഭാവസ്ഥയിൽ വിളർച്ച വളരെ സാധാരണമായി കാണുന്ന ഒന്നാണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം തന്നെ ഏകദേശം 2 ഗ്രാമോളം ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു. ഭക്ഷണ രീതിയിലൂടെ അനീമിയ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ആദ്യം നോക്കാം. ഇതിന് പ്രധാനമായും നമ്മൾ അയൺ അടങ്ങിയ ഭക്ഷണം, അതായത് ഇരുമ്പ് സത്ത് അധികമുള്ള ഭക്ഷണങ്ങളാണ് പ്രധാനമായും എടുക്കേണ്ടത്. ഇതിനായി ചീര, മുരിങ്ങയില തുടങ്ങിയ പച്ചിലക്കറികൾ, ബ്രോക്കലി, പനീർ, ടോഫു, ഈന്തപ്പഴം, നട്ട്സ്, മാതളം, പയറുവർഗ്ഗങ്ങൾ, ശർക്കര തുടങ്ങിയവ എടുക്കാവുന്നതാണ്. മത്സ്യമാംസം ഭക്ഷിക്കുന്നവരാണെങ്കിൽ ആടിന്റെ കരള്, ചിക്കൻ, മീന്, മുട്ട തുടങ്ങിയവ ധാരാളമായി എടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ അയൺ ടാബ്ലറ്റ്സും കൃത്യമായി എടുത്തിരിക്കണം. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട് എപ്പോഴും കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും ജ്യൂസ് ആക്കി കഴിക്കരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാരിന്റെ അളവ് വൻതോതിൽ കുറയും. ഭക്ഷണക്രമത്തിൽ അനീമിയയിൽ യാതൊരു പുരോഗതിയും ഇല്ല എന്നുണ്ടെങ്കിൽ അനീമിയയ്ക്കുള്ള മറ്റ് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിനായി ചിലപ്പോൾ ചില രക്തപരിശോധനകളോ മലം പരിശോധനകളോ ആവശ്യമായി വന്നേക്കാം. 6 മാസത്തിലൊരിക്കൽ വിരമരുന്ന് എല്ലാവരും തീർച്ചയായും എടുത്തിരിക്കണം. ഇത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വിരമരുന്ന് എടുത്തിരിക്കണം. ചിലപ്പോൾ വിളർച്ച മാറ്റാൻ വേണ്ടി ഡോക്ടർ അയൺ ഇഞ്ചക്ഷൻ നൽകിയെന്നിരിക്കാം. മറ്റു ചിലർക്കാണെങ്കിൽ രക്തമടക്കേണ്ട ആവശ്യകതയും ഉണ്ടാകാം. അനീമിയ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 4 കാര്യങ്ങളാണ്. 1. അയൺ അധികമുള്ള ഭക്ഷണം എടുക്കുക. 2. അയൺ ടാബ്ലറ്റ് കൃത്യസമയത്ത് എടുക്കണം. അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റും ഒരുമിച്ച് ഒരിക്കലും എടുക്കാൻ പാടില്ല. 3. വിരമരുന്ന് 6 മാസത്തിനൊരിക്കൽ എടുത്തിരിക്കണം. 4. ഈ പറഞ്ഞവയൊക്കെ ചെയ്തിട്ടും പുരോഗതി ഇല്ല എന്നുണ്ടെങ്കിൽ അനീമിയയ്ക്കുള്ള മറ്റ് കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് നൽകണം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് HPV വാക്സിനേഷനെ പറ്റിയാണ്. HPV വാക്സിൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അറിയേണ്ട ഒന്നാണ് എന്താണ് സെർവിക്കൽ ക്യാൻസർ എന്നുള്ളത്. ഗർഭാശയ മുഖത്തിൽ വരുന്ന ക്യാൻസറിനെയാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. സ്ത്രീകളിൽ സ്ഥാനാർബുദത്തിന് ശേഷം ഏറ്റവും അധികമായി കണ്ടുവരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. ഇതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ. പ്രധാനമായും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 16ഉം 18ഉമാണ് 70% സെർവിക്കൽ ക്യാൻസറിനും കാരണമാകുന്നത്. മിക്കവാറും എല്ലാ സ്ത്രീകളും അവരുടെ ലൈംഗിക പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ HPV അണുബാധ ഉണ്ടാകുന്നു. അത് ചിലരിൽ ക്യാൻസറായി മാറുന്നു. HPV വൈറസ് ഗർഭാശയമുഖ ക്യാൻസറിന് പുറമെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, പുരുഷന്മാരുടെ ലിംഗത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, യോനിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ, വൾവൽ ക്യാൻസർ തുടങ്ങിയ മറ്റു ചില ക്യാൻസറുകൾക്കും കാരണമാകുന്നു. 9 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് കുത്തിവയ്പ് നടത്തുന്നത്. 11-12 വയസ്സിലാണ് സാധാരണയായി കൊടുക്കുന്നത്. 15 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 6-ാം മാസത്തിലാണ് 2ാമത്തെ ഡോസ് നൽകുന്നത്. 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണെങ്കിൽ വാക്സിൻ 3 ഡോസായിട്ടാണ് നൽകുന്നത്. ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 1ാമത്തെയോ 2ാമത്തെയോ മാസത്തിൽ 2ാമത്തെ ഡോസ് നൽകുന്നു. ആദ്യത്തെ ഡോസിൽ നിന്ന് 6 മാസമാകുമ്പോൾ 3ാമത്തെ ഡോസ് നൽകുന്നു. പ്രഗ്നൻസി ടൈമിൽ ഈ വാക്സിൻ നമ്മൾ നൽകാറില്ല. വാക്സിനേഷൻ സമയത്ത് പ്രഗ്നന്റ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഡോസുകൾ ഡെലിവറിക്ക് ശേഷം മാത്രമായിരിക്കും നൽകുന്നത്. ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വാക്സിൻ എടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. അതിനുശേഷം വാക്സിൻ എടുക്കുമ്പോൾ വാക്സിന്റെ ഫലപ്രാപ്തി കുറയുക തന്നെ ചെയ്യും. വാക്സിൻ എടുത്ത സ്ത്രീകളും തുടർച്ചയായി സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തണം. കാരണം സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന എല്ലാ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൽ നിന്നും വാക്സിൻ സംരക്ഷണം നൽകുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയം 26 വയസ്സിന് ശേഷം വാക്സിൻ നൽകാമോ എന്നതാണ്. തീർച്ചയായും നൽകാം. 26 വയസ്സ് മുതൽ 45 വയസ്സ് വരയ്ക്കും വാക്സിൻ നൽകാം. ഇവർക്ക് 3 ഡോസായിട്ടാണ് നൽകുന്നത്. പക്ഷേ ഈ സമയത്ത്
ലൈംഗിക പ്രവർത്തനം ആരംഭിച്ചിരിക്കാം എന്നതുകൊണ്ടും ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഇൻഫെക്ഷൻ അണുബാധ ഉണ്ടായിരുന്നിരിക്കാം എന്നതുകൊണ്ടും വാക്സിന്റെ ഫലപ്രാപ്തി തീർച്ചയായും കുറവായിരിക്കും. പിന്നെ ഉണ്ടാവാവുന്ന സംശയമാണ് ബൂസ്റ്റർ ഡോസ് വേണോ എന്നുള്ളത്. ഇതുവരെയുള്ള പഠനങ്ങൾ ഒന്നും തന്നെ ബൂസ്റ്റർ ഡോസ് വേണമെന്ന് നിർദ്ദേശിക്കുന്നില്ല.